ഇതേ രീതിയിലുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു പദക്കസർത്താണ് ഇവിടെ സക്കരിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന പദം അവർ ഉപയോഗിക്കാറില്ല. ഞാൻ വളരെ അടിവരയിട്ട് പറയാണ്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമില്ല. ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂസൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമില്ല. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു വാദം എങ്ങനെ പറയാൻ പറ്റുക? തെളിയിക്കാൻ കഴിയോ? ഇല്ലല്ലോ. പ്രാർത്ഥിക്കുക എന്ന പദം ജിന്നിനോട് നടത്തിയോ അത് ശിർക്ക്. അതാണ് സക്കരിയാന്റെ അഭിപ്രായം, അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും അഭിപ്രായം. ഇസ്തിഗാസ എന്ന പദം നടത്തിയോ അത് ശിർക്കാണ്, അത് തന്നെയാണ് അവരുടെ അഭിപ്രായം. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയിൽ സഹായിക്കണേ? അള്ള കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ള കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് കേൾക്കാൻ വരെ 4 വരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ, അവൻ തീരെ അള്ളാഹുമായി അടുത്തതിന്റെ ഇത്രയും കാലായിട്ട് കേട്ടോ. എന്ന് വഴി പട പൊരുത്തിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണമെന്ന് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ത്താം. ആര് പറഞ്ഞു? ലൈഫായ അതീസായാലും അങ്ങനെ ചെയ്യാം. ആരെ പഠിപ്പിക്കേണ്ടത്? ഏത് ശരയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആർക്കും. അതപ്പോഴത്തെ കാലമാണ്. ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമില്ല. ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പരിപാടി? ഇത് ഇവിടെ തന്നെ നന്ദി പറഞ്ഞ് അങ്ങോട്ട് പിരിച്ചു വിട്ടൂടെ? അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം ഒരു പരിപാടി വെക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ മുസ്തഫൽ ഫൈസി നടത്തിയ അതേ പദക്കസർത്താണ് ഈ വിഷയത്തിൽ ജബ്ബാർ മൗലവിയും സക്കരിയ സലാഹിയും അവരെ പിന്തുണക്കുന്ന സർവ്വ ജിന്നൂരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പദം പറയില്ല. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെയോ സഹായം തേടുക എന്ന് പറയില്ല. സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇസ്തിഗാസ എന്ന് പറയില്ല. ഇസ്തിആത്ത് അതേപോലെ തന്നെ ദുആ എന്ന് പറയൂല. മരുഭൂമിയിലെത്തിയ ജിന്നിനോട് കേൾക്കാൻ, മരുഭൂമിയിലെത്തിയ ജിന്നിനോട് കേൾക്കാൻ ഇസ്തിഗാസ എന്ന് പറയില്ല. ഇസ്തിആത്ത് അതേപോലെ തന്നെ ദുആ എന്ന് പറയൂല. ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ത്താം. ആര് പറഞ്ഞു? ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്തും താഴ്ത്താം. ആര് പറഞ്ഞു? പിന്നെ പറയുന്ന വാക്കേതാ? സഹായം ചോദിക്കുക, സഹായം ചോദിക്കുക.